മോർണിംഗ് എവരി വൺ. നോമ്പുകാല ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യമാണ്. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 13. യു ആർ ദ സാൾട്ട് ഓഫ് ദി എർത്ത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ തിരിച്ചറിയലും ദൗത്യവും ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ സുവിശേഷവൽക്കരണത്തിന് നമ്മൾ ഓരോരുത്തരിലുമുള്ളൊരു റോളാണ് യേശു ഇതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഉപ്പ് വളരെ ചെറുതാണ്, നമുക്ക് ചിലപ്പോൾ അത് വളരെ അൺനോട്ടീസ്ഡ് ആണ്. പക്ഷെ ആ ഉപ്പ് ഒരു ഭക്ഷണത്തിന് നൽകുന്ന രുചി എത്രമാത്രമാണെന്ന് നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ചെറിയ നന്മകൾ, നമ്മുടെ ചെറിയ കാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെറിയ ക്ഷമാശീലങ്ങൾ, ഇവയെല്ലാം മറ്റുള്ളവരിലേക്ക് നൽകുന്ന ഒരു രുചിക്കൂട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ അൺനോട്ടീസ്ഡ് ആകാം. ഉപ്പ് പോലെ ചിലപ്പോൾ അൺനോട്ടീസ്ഡ് ആകാം. അതുകൊണ്ട് കുടുംബത്തിൽ, ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന കമ്മ്യൂണിറ്റികളിലെല്ലാം നമ്മളൊരു ഉപ്പാകുവാനായിട്ട് ശ്രമിക്കുക. അത് നമ്മുടെ സ്നേഹം, ക്ഷമ, കരുണ, നിശബ്ദമായ ത്യാഗങ്ങൾ എന്നിവയിലൂടെ നമുക്ക് ഇങ്ങനെ ഉപ്പായി മാറാം. അത് നമ്മുടെ സത്യം, നീതി, നമ്മുടെ വാല്യൂസ് എന്നിവ സംരക്ഷിക്കാൻ നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു സ്വാന്തനമായി മാറുവാനായിട്ട് ഈ നോമ്പുകാലത്ത് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ എല്ലാവരുടെയും വിളി അതാണ്. ഉപ്പായിരുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ, ത്യാഗപ്രവൃത്തിയിലൂടെ കൂടുതൽ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചെറിയ ഉപകരണമായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ഈ ലോകത്തിലെ നമ്മുടെ എല്ലാ മോഹങ്ങളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ദൈവത്തിന് നേടുന്നവരായി മാറുവാനായിട്ട് ഈ വചനത്തിലൂടെ നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഈ നിമിഷം നമുക്ക് നിശബ്ദമായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വസ്തയോടെ അങ്ങ് ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഭൂമിയിലെ ഒരു ഉപ്പായി മാറ്റണമേ. ആമേൻ.